ഈ വീഡിയോ ശ്രീമതി ആർ ശ്രീലയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യാണ്. ആദ്യം തന്നെ അവർക്കുള്ള ഒരു ഉദ്യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ സല്യൂട്ട് പറയാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാനൊരു BJP RSS തീർത്തും വിരോധിയാണ്. എന്നെ അറിയുന്നവർക്ക് കൃത്യമായി അറിയാം. ഞാൻ എന്തുകൊണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്ത് ഈ വീഡിയോയിൽ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിലാണ് അവർ ചെയ്ത വോട്ട് അസാധുവായെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ കേരളത്തിൽ വളരെയധികം ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും കൃത്യമായിട്ട് തലയ്ക്ക് ബോധമുള്ളവർക്ക് മനസ്സിലാവും അത് അറിയാതെ ചെയ്തതല്ല എന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്നവർക്ക് എന്താണെന്ന് അറിയാം. അന്നേരം ഈ ഒരു പ്രവൃത്തി ചെയ്തത് ഒരുപക്ഷെ ചിലർ പറയും ചതിയാണ്, ഒരു സ്വന്തം പാർട്ടി വഞ്ചിക്കുന്നത് തെറ്റല്ലേ എന്നൊക്കെ കുറച്ച് ആൾക്കാർ ബ്രഷ് അടിച്ച് ഒഴുപ്പീരും കണ്ണീരുമായിട്ടൊക്കെ വരുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ, പറഞ്ഞ് പറ്റിക്കുന്ന പരിപാടി അത് LDF ആയാലും UDF ആയാലും BJP ആയാലും ശരി, തെമ്മാടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ തിരിച്ച് തെമ്മാടിത്തരം കാണിക്കാനായിട്ട് പുരുഷനോ സ്ത്രീ ഒന്നും വ്യത്യാസമൊന്നുമില്ല, കാണിച്ചിരിക്കണം. അവന്മാർക്ക് കാണിക്കാന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീക്കും കാണിക്കാം, അതൊരു വ്യത്യാസമൊന്നുമില്ല. അവർ ഈ BJP എന്ന് പറയുന്ന ഈ ഒരു പാർട്ടി കൊടുക്കുന്ന എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടിയിട്ടേ അവർക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ, അങ്ങനെയൊന്നുമില്ല. അവർ നല്ല രീതിയിൽ വിദ്യാഭ്യാസത്തിലൂടെ തൊഴിൽ നേടി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങൾ മാത്രമല്ല, ഒരു പക്ഷേ തിരുവനന്തപുരം എന്ന് പറയുന്ന ജില്ലയിൽ BJPക്ക് ഈ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്ത ഒരു സ്ത്രീ തന്നെയാണ് അവരെ ഈ രീതിയിൽ അവരെ ഊക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ തിരിച്ചു ഊക്കിയതിനകത്ത് യാതൊരു തെറ്റുമില്ല. അപ്പോൾ എന്നെ സംഖ്യയാക്കാനൊന്നും നടക്കണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എനിക്കറിയാം ഞാൻ എന്താണെന്നുള്ളത്. ഞാൻ എന്തുകൊണ്ട് ഇതിങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ, സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥ, അതാണ് തന്നെ സംസ്ഥാനത്ത് DGP പദവിയിലെത്തുന്ന ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥ, ഈ സ്ഥാനമാനങ്ങളാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ മുൻ ഗതാഗത കമ്മീഷണറും കേരള DGPയും ബാലസാഹിത്യ കൃതികൾ പോലും അവർ എഴുതിയിട്ടുണ്ട്. ചെറുകഥകൾ, സാഹിത്യത്തിലൊക്കെ അവർ നല്ല രീതിയിൽ അവരവരുടെ കഴിവ് തെളിയിച്ചതാണ്. അപ്പോൾ ഓൾറെഡി അവർക്ക് കഴിവുണ്ട് എന്നുള്ളത് അവർ തെളിയിച്ചതിന് ശേഷം BJP അവർക്ക് കഴിവ് നേടിക്കൊടുക്കാനായിട്ട് ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. തീർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പശുവിൻ പാലിൽ പണിയിട്ടി. പിന്നെ അത്യാവശ്യം അവർക്ക് ജയിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് മാത്രം അവർ രക്ഷപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു വോട്ടിന്റെ അടിസ്ഥാനത്തിലും ഒരു ചെറിയ വിജയം ഉണ്ടാകും, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇഞ്ച് പോരാട്ടം ആയിരുന്നുവെങ്കിൽ നല്ല രീതിയിൽ പണിയിട്ടില്ല. എങ്കിലും അവരുടെ പ്രതിഷേധം ഇതിലൂടെ അറിയിച്ചു എന്നുള്ളത് ഭാഗികമായി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. മലയാളികൾക്ക് കൃത്യമായിട്ട്, രാഷ്ട്രീയം അറിയുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ സംഘികൾ കുറെ പേര് പറയുന്നുണ്ട് അവർ ചതിച്ചു, വഞ്ചിച്ചു, ഇങ്ങനെയുള്ളവരെ ഇനി പാർട്ടിയിൽ എങ്ങനെ നിർത്തും. നിങ്ങളെ വിശ്വസിച്ചല്ലേ അവർ പാർട്ടിയിലോട്ട് വന്നത്, എന്നിട്ട് അവർക്ക് നിങ്ങൾ കൊടുത്തത് വഞ്ചന തന്നെയല്ലേ. അല്ലെങ്കിൽ അവരുടെ അടുത്ത് നേരിട്ട് ഈ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് പറ്റിക്കരുത്. അവരുടെ അടുത്ത് കൃത്യമായിട്ട് പറയണം, നിങ്ങളുടെ കഴിവും നിങ്ങളുടെ ഒരു സ്ഥാനമാനങ്ങളൊക്കെ വെച്ച് തന്നെയാണ് നിങ്ങളെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നത്, പാർട്ടിക്ക് ഗുണമുണ്ട്, അത് നമ്മൾ എന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞിരുന്നു എങ്കിൽ അവർക്ക് യാതൊരു പ്രശ്നം വരില്ല. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ എല്ലാ സംഖ്യകളും പോയി കിടന്ന് ഉറങ്ങുക. നന്ദി, നമസ്കാരം.